ആലുവയിൽ പുതപ്പിൽ പൊതിഞ്ഞ് യുവതിയെ കൊന്ന പെരിയാറിൽ കെട്ടിത്താഴ്ത്തിയതിന് പിന്നിൽ പുരുഷനും സ്ത്രീയുമാണെന്ന പോലീസ് നിഗമനം. കഴിഞ്ഞ ദിവസമാണ് യുവതിയുടെ മൃതദേഹം പുതപ്പിൽ പൊതിഞ്ഞ് കല്ല് കെട്ടി പുഴയിൽ താഴ്ത്തിയ നിലയിൽ കണ്ടെത്തിയത്. യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് പുഴയിൽ കെട്ടി താഴ്ത്തിയത്. 7 ദിവസം വരെ പഴക്കം മൃതദേഹത്തിനുണ്ടെന്നാണ് ശാസ്ത്രീയമായ പരിശോധനാ ഫലത്തിൽ പറയുന്നത്. പ്രതികളെ കുറിച്ച് പോലീസിന് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. യുവതിയുടെ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആകാം കൊലപാതകത്തിന് പിന്നിലെന്നും പോലീസ് പറയുന്നു. ആലുവയിലെയും പരിസര പ്രദേശങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു വരികയാണ്. മൃതദേഹവുമായി പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിന്റേതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങളും ലഭിച്ചു. മൃതദേഹം പൊതിയാൻ ഉപയോഗിച്ച വരയൻ പുതപ്പ് കളമശ്ശേരിയിലെ തുണിക്കടയിൽ നിന്ന് ഒരാഴ്ച മുൻപാണ് വാങ്ങിയത്. 7-ന് രാത്രി 10-ഓടെയാണ് തടിച്ച ശരീരമുള്ള സ്ത്രീയും പുരുഷനും കാറിൽ തുണിക്കടയിലെത്തിയത്. രാത്രി വൈകി അടയ്ക്കുന്ന കടയാണിത്. ആദ്യത്തെ പുതുപ്പിന് വലിപ്പം കുറവായതിനാൽ മറ്റൊന്ന് ആവശ്യപ്പെട്ടു. രണ്ടാമത്തേത് വിടർത്തി നോക്കി മതിയാകുമെന്ന് സ്ത്രീ കൂടെയുള്ള പുരുഷനോട് പറഞ്ഞു. രാത്രി തുറക്കുന്ന കട അന്വേഷിച്ചിറങ്ങിയ ഇവർ യാദൃച്ഛികമായാണ് ഈ കട കണ്ടത്. മുന്നോട്ട് പോയ കാർ റിവേഴ്സ് എടുത്ത് വരുന്നത് CCTV-യിൽ കാണാം. കൊച്ചിയിലെ വസ്ത്ര മൊത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് സൂചന കിട്ടിയത്. മൃതദേഹത്തിൽ കണ്ട പുതപ്പിന് സമാനമായ ഡിസൈനിലുള്ള 850 പുതപ്പുകൾ ചെറുകിട കച്ചവടക്കാർ വാങ്ങിയിരുന്നു. ഇവരുടെ വിലാസം ശേഖരിക്കുകയായിരുന്നു. മൃതദേഹം പെരിയാറിലെ വിൻസെൻഷൻ വിദ്യാഭവൻ കടവിൽ ഒഴുകിയെത്തിയത് അല്ല എന്നായിരുന്നു പോലീസിന്റെ നിഗമനം. ഇതേ കടവിൽ കല്ല് കെട്ടി താഴ്ത്തിയതാവാനാണ് സാധ്യത. വൈദിക സെമിനാരിയുടെ സ്വകാര്യ കടവാണിത്. സ്ഥലപരിചയമുള്ളവർക്ക് ഇവിടെ എത്താനാകും. മൃതദേഹം ആദ്യം കണ്ടത് വൈദിക വിദ്യാർത്ഥികളാണ്. കൊലപാതകത്തിൽ പെൺവാണിഭ സംഘവുമായി ബന്ധമുണ്ടെന്നാണ് സൂചന. ജില്ലയിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പെൺവാണിഭ സംഘങ്ങളും ഹോം നേഴ്സിംഗ് സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരും നിരീക്ഷണത്തിലാണ്. കൊല്ലപ്പെട്ട യുവതിയെ തിരിച്ചറിയാൻ സഹായമായ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. അതേസമയം യുവതിയുടെ മൃതദേഹം കെട്ടിത്താഴ്ത്തിയ നിലയിൽ കണ്ട സംഭവത്തിൽ വൈദിക വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തി. പുളിക്കടവിൽ മൃതദേഹം ആദ്യം കണ്ടത് മംഗലശ്ശേരി സെമിനാരിയിലെ വിദ്യാർത്ഥികളായിരുന്നു. ഇതിനിടെ യുവതിയെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചു തന്നെയാണെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചിട്ടുമുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് യുവതിയുടെ കൊലപാതകം ശ്വാസം മുട്ടിച്ചു തന്നെയാണെന്ന് സ്ഥിരീകരിച്ചത്. വായിൽ തുണി തിരികെയോ കഴുത്തിൽ ബലം പ്രയോഗിച്ചോ ആകാം കൊലപാതകമെന്നാണ് പോലീസ് സർജൻ അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുള്ളത്. ചുരിദാറിന്റെ പാൻസ് ആണ് വായിൽ തിരികിയിരുന്നത്. 25 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവതിയുടെ ശരീരത്തിൽ മറ്റു പരിക്കുകളൊന്നും കണ്ടെത്താനായിട്ടില്ല. കാലുമടക്കിയ ശേഷം മൃതദേഹം പുതപ്പ് കൊണ്ട് പൊതിഞ്ഞ് പുറമെ കയർ കൊണ്ട് വരിഞ്ഞു മുറുക്കിയ നിലയിലായിരുന്നു. യുവതിയെ കൊലപ്പെടുത്തി തുണിയിൽ പൊതിഞ്ഞ മൃതശരീരം കല്ല് കെട്ടി താഴ്ത്തിയിരിക്കാമെന്നും കെട്ടുവിട്ടതിനെ തുടർന്ന് മൃതദേഹം ഒഴുകിയെത്തിയതാവാമെന്നുമാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ശരീരം കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ച കല്ലിന് 40 കിലോ ഭാരമുണ്ട്. കല്ലിനൊപ്പം കോൺക്രീറ്റിന്റെ ഭാഗങ്ങളുമുണ്ട്. ഇത് എവിടെ നിന്നോ പൊളിച്ചു നീക്കിയതിന്റെ അവശിഷ്ടമാണെന്നാണ് നിഗമനം. ഇത്ര വലിയ കല്ല് കെട്ടിയിട്ടും മൃതദേഹം വെള്ളത്തിന് മീതെ പൊങ്ങിയത് ശക്തമായ അടിയൊഴുക്കിലാണെന്ന് കരുതുന്നു. കരയോട് ചേർന്ന് അടിഞ്ഞുകൂടി കിടന്ന ചെടികളുടെ കൊമ്പിൽ മൃതദേഹം കുടുങ്ങുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.